ഹലോ ഗൈസ്, നമ്മൾ വണ്ടിയുടെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. വണ്ടിയുടെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്. നമ്മൾ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം 4-5 ദിവസമായി. വണ്ടിയുടെ വാക്ക് റൗണ്ട് വീഡിയോ ഒന്ന് സെറ്റ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ച ആദ്യം തന്നെ. ഇതിപ്പം 2026 മോഡൽ ഗൺ മെറ്റാലിക് എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മോഡൽ കളറാണ്. ടാങ്കിൽ ഓറഞ്ച്, സൈഡിലൊരു സിൽവർ ഗ്രേ പോലൊരു കളറ്, പിന്നെ ചെറിയ സ്റ്റിക്കറിങ്. ആ സ്റ്റിക്കറിങ് അത്ര ഈ സാധാരണ നമ്മൾ കടയിലൊക്കെ ഒട്ടിക്കുന്ന ടൈപ്പ് ലോക്കൽ സ്റ്റിക്കർ പോലെ എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ ബാക്കിലത്തെ ആ അലൂമിനിയം സിങ്ങാം ഒരു രക്ഷയില്ല. സിങ്ങാം ഇതാണ്. ഇതിൻ്റെ ഇവിടെ ഒരു ഭയങ്കര കിഴുത്തയാണ് കേട്ടോ, നമ്മുടെ കൈ കയറിപ്പോവും. പിന്നെ ഈ ബാക്കിലത്തെ ഈ ഫ്രെയിം ഉണ്ടല്ലോ, ഈ ഫ്രെയിം ഭയങ്കര ലുക്കാണ് കേട്ടോ. ഇങ്ങനെ ഇത് ഭയങ്കര ബോറാ ഈ സാധനം. ഇത് ഊരി ഇങ്ങനെ അടിയിലോട്ട് വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ വണ്ടിയുടെ ചാവിയുടെ ഭാഗം ഇങ്ങനെ വരുന്നു കേട്ടോ. വണ്ടി ഓണായി കാണിച്ചു തരാം. ഈ ഒരു വണ്ടിക്ക് എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ബീം അടിക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റേ ഹെഡ്ലൈറ്റ് 2 സ്വിച്ച് സെറ്റ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഇതാണ് കേട്ടോ. ഈ ഒരു സാധനം കണ്ട, ഇത് എൻ്റെ കയ്യെക്കാട്ടി ഭയങ്കര കനമാണ് കേട്ടോ. നല്ല സൈസുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തൂടെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ഗ്യാപ്പ് കാണാം. ഇതെന്താണെന്ന് കറക്റ്റ് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. അപ്പോൾ ഇതിനകത്തും എന്തെങ്കിലും ടോപ്പ് അപ്പ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. വണ്ടി എന്തായാലും 1000 കിലോമീറ്റർ ആയില്ല, അതേപോലെ ഫസ്റ്റ് സർവീസ് ചെയ്തിട്ടില്ല. ഇതാണ് കൂളൻ്റ്. പക്ഷേ ഇവിടെ എന്തുമായിരിക്കും 390-ക്കാണ് ഇവിടെ ഇങ്ങനെ ഒരു കവറിങ് വരുന്നുണ്ട്, അത് കാണാൻ രസമാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു എയർ ഇൻടേക്ക് വരുന്നുണ്ട്. ഇത് നേരിട്ട് കാണുമ്പോൾ ഇത് വണ്ടി നല്ല ബൾക്കിയാണ്. പിന്നെ ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ വണ്ടിയുടെ ഹാൻഡിലിങ്ങിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. സീറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളില്ലേ കുതിരപ്പുറത്ത് ഇങ്ങനെ ഇരിക്കത്തില്ലേ, അതേ ഒരു ഫീലാണ്. പിന്നെ ഈ ബാക്കിലത്തെ ഫുഡ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കാലിച്ചിരി സ്പോട്ടി ടൈപ്പാണ്, ഇങ്ങനെ പുറകോട്ട് വെക്കണം. അപ്പം ചെറിയ പെയിന് കാര്യങ്ങൾ. ഒരു 60 കിലോമീറ്ററൊക്കെ ഞാൻ ഇന്നലെ ഒറ്റയടിക്ക് ഓടിച്ചു നോക്കിയായിരുന്നു. അപ്പോഴത്തേക്ക് കാലിൻ്റെ അവിടെ ചെറിയ പെയിൻ വന്നായിരുന്നു. സസ്പെൻഷൻ അഡ്ജസ്റ്റബിൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. 390-ക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വരും ഫ്രണ്ടിലും ബാക്കിലും, പക്ഷേ ഇതിന് അങ്ങനെ വരുന്നില്ല. വണ്ടിയുടെ ലുക്ക് ഇതാണ്. ഈ ബാക്കിലത്തെ ഇത് കണ്ട, ടയർ അത്ര ഗ്രിപ്പ് കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു തുലിഞ്ഞ ടയറാണ്, MRF-ൻ്റെ. കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നല്ലൊരു ടയറൊക്കെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇതാണ് ഈ പുറകിലത്തെ ഇതിൻ്റെ ലുക്ക് കണ്ട. പിന്നെ നമ്മൾ വണ്ടിക്കകത്ത് മോഡിഫൈഡ് ഒന്നും ചെയ്തിട്ടില്ല. അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഞാൻ ആണ് ഇങ്ങനെ വണ്ടി മേടിച്ചത്. നമ്മൾ നേരത്തെ ജോലി ചെയ്യുന്നിടത്ത് നിന്ന് കുറേ നാൾ ഫണ്ട് സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരുന്ന് സേവ് ചെയ്ത്, അതപ്പോൾ അവിടെ ചെറിയ വള്ളിയായിട്ട് ഇറങ്ങി. പക്ഷേ ഡൗൺ കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ പോയി വണ്ടി എടുത്ത്. ഞാൻ ഏകദേശം ഫെബ്രുവരി 14-നാണ് വണ്ടി എടുത്തത്. ഈ ഒരു കളർ കിട്ടാൻ വേണ്ടി 2 ആഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള രജിസ്ട്രേഷൻ അത് കറക്റ്റായിട്ട് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അവർ ഡൂറി സെക്ഷൻ മാറിയെന്ന് പറഞ്ഞിട്ട് RTO ഓഫീസ് അവിടെ ഇട്ടേക്കും. ഷോറൂമുകാർ നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് തരത്തില്ല. ഞാൻ പിന്നെ ഷോറൂമിൽ പോയി, എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ, അതിൻ്റെ കോപ്പി എടുപ്പിച്ച് ഞങ്ങൾ പിന്നെ നേരെ ആദ്യമേ അടൂർ RTO പോയി, അവിടുന്ന് അതാക്കിയിട്ട് പിന്നെ പത്തനാപുരത്ത് RTO പോയി. അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പം കഴിഞ്ഞ ഒരു 3-4 ദിവസം കൊണ്ട് വണ്ടി കിട്ടിയത്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. പുതിയ വണ്ടി എടുക്കാൻ പോകുന്നവർ നിങ്ങളുടെ അടുത്തുള്ള തന്നെ RTOയുടെ ഷോറൂമിൽ അവർ ചോദിക്കും നിങ്ങൾ വണ്ടി എങ്ങനെയാണ് എടുക്കുന്നത്, അതായത് അടുത്തുള്ള RTO ഓഫീസ് ഏതാണ്. വണ്ടിയുടെ കുറച്ച് ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഓടിക്കാനൊക്കെ അടിപൊളിയാണ്, പക്ഷേ ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ മൈലേജ് ഇല്ല. അത് വേറെ ഒരു കാര്യം. ഒരു 26-27 എനിക്ക് കിട്ടുന്നുള്ളൂ. അത് ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റും. പിന്നെ വേറെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം
ഈ സീറ്റ് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഒരു 50 ചില്ലാനം കിലോമീറ്റർ ഒറ്റ ട്രൈപ്പിൽ തന്നെ ഒന്ന് ഓടിച്ചു നോക്കിയായിരുന്നു. അപ്പോഴത്തേക്ക് സീറ്റിങ് ഇച്ചിരി ഹാർഡാണ്, നമ്മുടെ കുണ്ടിയൊക്കെ വേദന എടുക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ വണ്ടി മേടിച്ച് ഒരു ജെല്ലി സീറ്റൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് കാര്യങ്ങൾ ചെയ്ത് അധികം എക്സ്പീരിയൻസ് ഇല്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം. നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഈ വണ്ടി എടുക്കാൻ പോകുന്നവരോ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിയൊക്കെ എടുത്തോ, അടിപൊളിയാണ്. പിന്നെ മാതാപിതാക്കൾ പയ്യന്മാർക്കൊക്കെ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഓടിച്ച്, ചെറിയ സ്കൂട്ടറൊക്കെ ഓടിച്ച് പരിചയം ഉണ്ടെങ്കിൽ 250 എടുക്കാം. മൈലേജ് തീരെ കാണത്തില്ല. പിന്നെ വണ്ടി ബ്രേക്കിങ് കാര്യങ്ങൾ പവർ ഒക്കെ അത്യാവശ്യമുണ്ട്. വണ്ടി ബ്രേക്കിങ് തന്നെ നല്ലപോലെ പഠിക്കണം. പിന്നെ വണ്ടി എടുക്കുന്നവരെ സംബന്ധിച്ച് എടുക്കാം. എനിക്കൊന്ന് MD-നെക്കാട്ടിയും പിന്നെ V3 V4 അതേപോലെ ഡൊമിനർ 250 NS 400 ഡൊമിനർ 400 എല്ലാത്തിനെക്കാട്ടി ഒന്നുകൂടെ അതിൻ്റെയൊക്കെ സ്റ്റൈലിങ് സംഭവമൊക്കെ വേറെയാണ്. പക്ഷേ ഇതിൻ്റെ ബിൽഡെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രീമിയം ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. പിന്നെ വണ്ടി ആഗ്രഹിച്ച് എടുക്കാൻ പോകുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി എടുക്കുക. ഞാൻ ആദ്യമേ ഒരു 3 വർഷത്തോളമായി എനിക്ക് ഈ വണ്ടി ഭയങ്കര ഡ്രീമായിട്ട്, ഇതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ വേരിയൻ്റ് ഒരു സ്റ്റണ്ട് ചെയ്യുന്ന വീഡിയോ KTM ലോഞ്ച് ചെയ്തപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പം അങ്ങനെ അത് കണ്ടത് എൻ്റെ കിളി പോയി. അന്നോട്ട് എടുക്കണമെന്ന് ആഗ്രഹിച്ച് ഇപ്പം 3-4 വർഷത്തെ ആഗ്രഹപ്പുറത്ത് ഇത് തന്നെ എടുത്ത്. ഞാൻ ഷോറൂമിൽ പോയപ്പോൾ പിന്നെ വിചാരിച്ച് ഡൂക്കിൻ്റെ 160 RC 160 എടുത്താൽ മതിയെന്ന്. RC 160 എടുത്തായിരുന്നെങ്കിൽ ഇതിപ്പോൾ തന്നെ ഒരു 60 കിലോമീറ്റർ പോയിട്ട് കുണ്ടിയും വേദന എടുക്കും. പിന്നെ ബാക്കിലത്തെ അത് ശീലമായി കഴിയുമ്പോൾ സെറ്റായിരിക്കും. പക്ഷേ RC നമ്മൾ പ്രായം പോകുന്നതോറും അനുസരിച്ച് ഊപ്പാട് വരും. എൻ്റെ അനിയൻ ഒരാൾത്തനുണ്ട്. അപ്പോൾ എന്തായാലും അതെടുക്കാതിരുന്ന കാര്യമായി. പക്ഷേ എനിക്കിതായിരുന്നു ഒന്നുകൂടി ഇഷ്ടം. പിന്നെ എന്നാലും നമ്മുടെ ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് എന്താക്കി ഞാൻ വിചാരിച്ച് 160 എടുക്കാം, ഡൂക്ക് 160 അല്ലെ RC 160 എടുക്കാം. പിന്നെ വിചാരിച്ച് എന്തായാലും EMI അടയ്ക്കണം. നമ്മൾ വണ്ടി EMI ഇട്ടാണ് എടുത്തത്. അപ്പം 4 വർഷത്തേക്ക്. ഇനിയും വേണം ജോലിക്ക് കയറാൻ. ജോലിക്ക് കയറിയാലേ ഇനി ഫസ്റ്റത്തെ EMI അടയ്ക്കാനും വേണ്ടി പറ്റുള്ളൂ. എനിക്ക് ഒന്നേ പറയുള്ളൂ, നിങ്ങൾക്ക് ഏതാണോ ഡ്രീമായിട്ടുള്ള വണ്ടി അതെടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സാധാരണക്കാരെ സംബന്ധിച്ച് പാടായിരിക്കും. മനസ്സിലായി. ഞാൻ തന്നെ പണ്ടൊരു വണ്ടി എടുത്തിട്ട് നമുക്ക് റിഗർട്ട് അടിക്കാൻ പറ്റുമല്ലോ. നമുക്ക് നാളെ വണ്ടി ചേഞ്ച് ചെയ്ത് മേടിക്കാൻ പറ്റുമല്ലോ. വണ്ടി നാളെ ചേഞ്ച് ചെയ്യാൻ മേടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ആലോചിക്കുക. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട വണ്ടി തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ച് നാൾ വെയിറ്റ് ചെയ്യുക, പണിക്ക് പോയി കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. പിന്നെ വീട്ടുകാരൊക്കെ ബുദ്ധിമുട്ടിച്ച് അവരുടെ കയ്യിൽ പൈസ മേടിക്കുന്നതിലും ഭേദം എന്നെപ്പോലെ സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ അക്കൗണ്ടിൽ സേവ് ചെയ്ത് വെച്ച് അങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ സൂക്ഷിച്ച് ഓടിക്കാൻ വേണ്ടി എല്ലാവരുടെ അടുത്തും ഞാൻ പറയുന്നു, ഫസ്റ്റ് സർവീസ് കഴിയുന്നിടം വരെ നിങ്ങളൊരു 60-65 മേളിൽ കയറ്റരുത്. RPM കൂടുതൽ കയറ്റരുത്. അത് എല്ലായിടത്തും ഷോറൂമിലും എല്ലാം അങ്ങനെയാണ് പറയുന്നത്. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ റോഡിൽ ഫുൾ ടൈം MVD ക്യാമറ കാര്യങ്ങളൊക്കെ ആണ്. അതുകൊണ്ട് നിങ്ങൾ അതെല്ലാം നോക്കുക. റോഡിൽ കൂടെ ഒരു പയ്യന്മാർ പോകുന്നുണ്ട്. നമ്മൾ പിന്നെ ഭയങ്കര ഇൻട്രോവേർട്ടും ഒക്കെ പോലെ ആയതുകൊണ്ട് നമുക്കിങ്ങനെ പബ്ലിഷായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഞാൻ തന്നെ ഒരു കാട്ടിനകത്താണ് നിൽക്കുന്നത് കേട്ടോ. വണ്ടിയുടെ ഡിസ്അഡ്വാൻറ്റേജ് പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചാണ്, എല്ലാം മറന്നുപോയി. ഈ സൈഡിൽ നിന്ന് ഇച്ചിരി ലുക്ക് കുറവുണ്ടോ എന്നൊരു ഡൗട്ടില്ലാതില്ല. സാധനങ്ങൾ അവിടുത്തെ ഈ ഒരു പ്ലാസ്റ്റിക്കിന് ഇച്ചിരി സൈസ് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. ഫ്രണ്ടിലത്തെ ടയർ ഇത് പിന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മുഖം കാണിച്ച് ഒരു വീഡിയോ ഇട്ടിട്ട് അതിന് വലിയ റീച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ഹെൽമെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അങ്ങ് കാര്യങ്ങൾ പറയാം. മൈക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ അധികം എഡിറ്റിങ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ എന്താ പറയുക, ആഡിയോയ്ക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ശരി ഗൈസ്, വണ്ടിയുടെ ഏകദേശ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും മറ്റ് യൂട്യൂബേഴ്സ് ചെയ്യുന്ന പോലെ അത്രയ്ക്ക് റിവ്യൂ കാര്യങ്ങൾ ചെയ്ത് ഇതില്ല. നമുക്ക് നിങ്ങളാരെങ്കിലും പറയുവാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം.
എൻജിനൊക്കെ വരുന്നത് 250 cc ആണ്. പക്ഷേ 249.7 cc KTM എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ബ്രേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഏകദേശം ഒരു ഇത്. ബൈക്കിലത്തെ ടേൽ തടി ഇങ്ങനെയാണ്. ഇനി എനിക്ക് അവിടെ ഒരു സ്റ്റിക്കർ അടിക്കണം. ഇത് ഗ്ലാസ്സിനകത്തൊരു സ്റ്റിക്കർ അടിക്കണം. പിന്നെ ഈ ടാങ്കിനകത്തൊരു ഗ്രിപ്പ് ഒട്ടിക്കണം. അത് അത്യാവശ്യമാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്നതെങ്കിൽ ഒന്ന് അതിൻ്റെ ലിങ്ക് വല്ലതും കമൻ്റായിട്ട് ഇടാമെങ്കിൽ ഉപകാരമായിരിക്കും. മിററൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മിററാണ്. ഞാൻ 180 ആണ് നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ താത്ത് വെച്ചേക്കുമായിരുന്നു. ഇത് ഇച്ചിരി മേളിലായി. അപ്പോൾ കൈ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതൊന്ന് ലൂസാക്കിയിട്ട് ഇതൊന്ന് താക്കണം. പിന്നെ മിററൊക്കെ അത്യാവശ്യം ഭയങ്കര ഹാർഡാണ്. പെട്ടെന്ന് പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ ഒടിയുമോ എന്നൊരു ഡൗട്ടുണ്ട്. ഭയങ്കര ബലത്താണ് ഇരിക്കുന്നത്. ലൂസ് കണക്ഷൻ അങ്ങനെയൊന്നുമില്ല. ശരി ഗൈസ്, എന്നാ ആ റോഡ് നല്ല റോഡാണ് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ കൂടൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ ബിവറേജ്, പിന്നെ ആ ഭാഗത്ത് അങ്ങോട്ടങ്ങാണ്ട് പോകുമ്പോഴാണ് നമ്മൾ ഈ ഈഗിൾ ഗെയിമിംഗ് എന്നൊക്കെ പറഞ്ഞ പുള്ളീൻ്റെയൊക്കെ വീട് അങ്ങോട്ടാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു തോടൊക്കെ ഉണ്ട് ചാടാൻ വേണ്ടിയിട്ട്. അടിപൊളി സ്ഥലമാണ്. ശരി ഗൈസ്, എന്നാ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്നതാണെങ്കിൽ റിപ്ലൈ ഇതാക്കാം. ഓക്കെ, ശരി എന്നാൽ.